നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ്. നിലനിൽക്കാൻ വേണ്ട അനിവാര്യ വിജയമായിരുന്നു KBFCക്ക്. അത് KBFC വെട്ടിപ്പിടിച്ചെടുക്കുന്നു. സമ്പൂർണ്ണ ആധിപത്യത്തോടുകൂടി കളിച്ചു KBFC അർഹിച്ച വിജയമാണ് നേടിയത്. 20 പോയിൻറ്റോടുകൂടി KBFC 8ാം സ്ഥാനത്തേക്ക് കയറി വന്നു. ഇനിയുള്ള മത്സരത്തേക്കുള്ള നല്ലൊരു തയ്യാറെടുപ്പും നല്ലൊരു ഊർജ്ജവും KBFCക്ക് ഇതിലൂടെ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. കളിയുടെ തുടക്കത്തിൽ 3-ാം മിനിറ്റിൽ തന്നെ ഒഡീഷ ആദ്യ ഗോൾ നേടി. പുറകിൽ നിന്ന് വന്ന ക്ലിയറൻസാണ് ഡോറിൽട്ടണിലെത്തി. ഡോറിൽട്ടനെ മാർക്ക് ചെയ്യേണ്ട ഡിഫൻഡർമാർക്ക് പിഴച്ചു. ഡോറിൽട്ടൻ്റെ ഹെഡർ ജെറിക്ക് കിട്ടി. ജെറി നല്ലൊരു ഗോളാക്കി മാറ്റി. അപ്രതീക്ഷിതമായ വീണ ഈ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പതറി. അതിനുശേഷം കുറച്ച് സമയം ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സിനെ അനങ്ങാൻ പോലും സമ്മതിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മൂവ് വരുന്നത് തന്നെ നോവയിൽ നിന്നും 11ാം മിനിറ്റിലാണ്. അതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ തന്നെ അവർ ഡിഫെൻഡ് ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷം നല്ല മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരുന്നത്. തുടരെയുള്ള മുന്നേറ്റം. ഒന്നില്ലെങ്കിൽ ഡിഫൻസ് അത് ക്ലിയറൻസ് ചെയ്യും, അല്ലെങ്കിൽ ഗോളിയുടെ കൈകളിൽ. അങ്ങനെ തന്നെ കുറച്ച് സമയം കടന്നുപോയി. ആദ്യ പകുതി പെപ്രയെയും നോവയെയും ഒഡീഷ ഡിഫൻഡേഴ്സ് നല്ല രീതിയിൽ തന്നെ പൂട്ടി. അനങ്ങാൻ പോലും അവർക്ക് സാധിച്ചില്ല. ആദ്യ പകുതിയിൽ അവരുടെ ഡിഫൻഡർ മൊർത്താദ ഫോൾ നല്ല ഫോമിലായിരുന്നു. ഒത്തിരി ക്ലിയറൻസും ഡുവൽസും അദ്ദേഹം വിൻ ചെയ്തു. KBFCക്ക് ആദ്യ പകുതിയിൽ 7 കോർണറാണ് കിട്ടിയത്. ഒഡീഷയ്ക്ക് കോർണറൊന്നും കിട്ടിയിരുന്നില്ല. എല്ലാ അറ്റാക്കുകളും കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ ഡിഫൻസ് നിർവീര്യമാക്കി. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റം കണ്ടു. ലൂണയുടെ വലതുവശത്തു നിന്നുള്ള നല്ല മൂവ്മെൻറ്റ്. ലൂണ കയറി വന്ന് പാസ് കൊടുത്തിരുന്നു. പക്ഷേ പെപ്രയ്ക്ക് ഓടിയെത്താൻ പിഴച്ചു. ഗോളായില്ല. അതൊരു നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു. ഈ സമയം വരെയും അമയ് റാണയും തോയ്ബ സിംഗ്, മൊർത്താദ ഫോൾ അവർ നല്ല ഫോമിലായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് കാര്യങ്ങൾ കൈവിട്ട് പോയത്. 59ാം മിനിറ്റിൽ പെപ്രയ്ക്ക് ഒരു കൗണ്ടർ ചാൻസ് കിട്ടുന്നു. ഡിഫൻഡറെ ബീറ്റ് ചെയ്യുന്നു. ഗോളിയെയും ബീറ്റ് ചെയ്ത് നല്ലൊരു ഗോളിലൂടെ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില ഗോൾ നേടിക്കൊടുക്കുന്നു. പെപ്രയുടെ 4ാമത് ഗോളാണ്. അസിസ്റ്റ് കോറോവാണ്. കോറോ സിംഗ് 4ാമത് അസിസ്റ്റാണ് കോറോയുടെ. KBFC അങ്ങനെ സമനില ഗോൾ നേടുന്നു. തുടർന്ന് അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം കോയഫിന് പകരം 73ാം മിനിറ്റിൽ ജീസസ് ഇറങ്ങി. ജീസസ് വന്ന പാടെ തന്നെ ഗോൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിനെ 2-1 മുന്നിലെത്തിച്ചു. വലതുവശത്തു നിന്നും ലൂണ നൽകിയ പാസ് നോവ സ്വീകരിച്ച് ജിംനസിന് നൽകി. ജിംനസ് ഗോൾ നേടുകയായിരുന്നു. 80ാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ ഒഡീഷ അപ്രതീക്ഷിതമായി വീണ്ടും ഒരു ഗോൾ കൂടി നേടി. 2-2 ഒപ്പം എത്തി. ഡോറിൽട്ടനാണ് അവരുടെ ഗോൾ നേടിയത്. കളി സമനിലയിൽ ആകും എന്ന് തന്നെ പ്രതീക്ഷിച്ചിടത്താണ് നോവയുടെ നല്ലൊരു ഷൂട്ട് ഡിഫൻഡറുടെ കാലിൽ തട്ടി ഡിഫ്ലക്ഷനായി ഗോളാകുന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 വിജയിക്കുകയാണ് ഉണ്ടായത്. നോവയുടെ ഇത് 7ാമത് ഗോളാണ്. 5 അസിസ്റ്റ് ഇതുവരെ നോവയുടെ ഭാഗത്തു നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ചാനലും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.